ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പത്തനംതിട്ട കൊടുമൺ പ്ലാന്റേഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളെ വരവേൽക്കാൻ ഒരാളിതാ കാത്ത് നിൽക്കുന്ന കണ്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളിതാ അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നോക്കിയതുകൊണ്ട് കാര്യമായി. ഇതാ കണ്ടോ, ആരാന്ന് കണ്ടോ. ഇവിടെ ഫുള്ള് അരുവികളും വെള്ളച്ചാട്ടങ്ങളുമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. മഴയായാൽ പിന്നെ പറയണ്ട. ഇതാ കണ്ടോ, ഒരു ആൺമയിൽ. ഇവിടെ പ്ലാന്റേഷനിലൊക്കെ ആൾക്കാരൊക്കെ റബ്ബറൊക്കെ വെട്ടാൻ വരുമല്ലോ. അന്നേരത്തേക്ക് ആൾക്കാരൊക്കെ ആഹാരം കൊണ്ടുവരുമ്പോൾ അവരും ആഹാരം കൊടുക്കും. അന്നേരം അവരുടെ കൂടെ ഇരുന്ന് ആഹാരമൊക്കെ നല്ല ഇണക്കമാണ് ഇതിന് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി. മയിലിനെയൊക്കെ പ്രത്യേകം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. പക്ഷേ ഇവിടുത്തുകാരൊക്കെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. നമുക്കൊക്കെ കാണാനൊക്കെ നല്ലത്, അതിനെ കാണാനും നല്ലതാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ വിളകളൊക്കെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇതിന്. കാണാനുള്ള ഭംഗിയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അതിനും എന്തെങ്കിലും കഴിക്കണ്ടായോ. പ്രത്യേക ഒരു ഭംഗിയല്ലേ ഇതിനെ കാണാൻ. അന്നേരം നിങ്ങൾ ഈ ഭാഗത്തോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അതങ്ങ് പോവുകയാണ്. ഈ ബസ് റൂട്ട് തന്നെയാണ്, ബസ് റൂട്ടാണ് ചന്ദനപ്പള്ളി പുനലൂരൊക്കെ പോകുന്ന ആ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ ഇതുവഴിയാണ് വരുന്നത്. അപ്പം ഞാനും വേണം. ഭയങ്കരം കൊതുകെന്ന് വെച്ചാൽ ഭയങ്കരം കൊതുക്. കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ. ഒരുപാട് മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഉണ്ടോ, അത് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു, ഞങ്ങളിത് കുറേ നാളായി, ഞങ്ങൾ മാവേലിക്കരയ്ക്ക് പോകും ഇതുവഴിയാണ്. അന്നേരം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട്. അവിടെ പോയിരുന്ന് പൊതിച്ചോറൊക്കെ ആയിട്ട് ഒരു ദിവസം പോയിട്ട് അവിടെ ഇന്ന് കഴിച്ചിട്ടുണ്ട്. കണ്ടോ ഏറ്റവും മുകളിൽ എന്നാ സൗണ്ടാണെന്ന് അറിയാം. ഞങ്ങളുടെ ചിലപ്പായതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾപ്പിക്കാത്തത്. ഭയങ്കര ചിലപ്പായിരുന്നു. ഞാനും മോനും കൂടെ. ഞാനതിൻ്റെ മെയിനായിട്ട് ചിലച്ചത് വെള്ളം കാണുമ്പോൾ ഒരു ആക്രാന്ത, ഇറങ്ങി ചാടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. മെയിൻ റോഡിൽ തന്നെയാണ് ഇത് കേട്ടോ. ഇത് അങ്ങ് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ വെള്ളമൊക്കെ ആൾക്കാർ കുടിക്കാനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല വെള്ളമാണ്. ഇതാണ്ടോ എന്താ വെള്ളച്ചാട്ടം. പക്ഷേ നന്നായിട്ട് പായലൊക്കെ പിടിച്ച് തെന്നിക്കിടക്കുകയാണ്. അപ്പുറത്ത് വശത്തൂടാണെങ്കിൽ അങ്ങ് മേളിൽ നമുക്ക് കയറാം. പക്ഷേ തെറ്റലുവാ, അപ്പുറത്തൊക്കെ നല്ല കാടാണ്. ഇപ്പം മഴയൊക്കെ ആയിട്ട് നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുക. അപ്പം കയറി കഴിഞ്ഞാൽ മൂടും കുത്തി വീഴുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് താഴെയൊക്കെ ഞങ്ങൾ നിന്നതേ ഉള്ളൂ കേട്ടോ. വൈകുന്നേര സമയത്താണ്. ഇപ്പം മഴയില്ല, ഭയങ്കര മഴയല്ലായിരുന്നു അന്നേരം അതനുസരിച്ച് വെള്ളമുണ്ട്, വെള്ളച്ചാട്ടം അതുപോലൊക്കെ കൊതുകും എല്ലാം കയറിയിട്ടുണ്ട് ഇവിടൊക്കെ. നല്ല ശുദ്ധമായ വെള്ളം. എന്തൊരു തണുപ്പാണെന്നറിയാമോ. പ്രത്യേക ഒരു ടേസ്റ്റായി വെള്ളം കുടിക്കാൻ. നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ. വെള്ളവും വെള്ളച്ചാട്ടവും അരുവികളും ഒക്കെ ഇഷ്ടമല്ലാത്തൊരാരുമില്ലല്ലോ. എനിക്കും ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. കാടാണ്, ഇതിലേക്കൂടെയൊക്കെ കാടാണ്. കാടിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങൾ താഴെ ഇറങ്ങിയത്. ഞാൻ കണ്ടോ വെള്ളത്തിൽ ഇറങ്ങില്ല, എന്താ ഒരു സമാധാനക്കേട്. പക്ഷേ തെന്നിക്കിടക്കും. അവിടുന്ന് നാപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ മറിഞ്ഞ് വീഴേണ്ടതായിരുന്നു. വീണാതെ നല്ല രസമായിരുന്നേന്. പിന്നെ ഒരു വിധത്തിൽ മുകളിൽ ഇങ്ങനെ കയറി ഞങ്ങൾ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ടും കിളികളുമൊക്കെ ഉണ്ട്, കുഞ്ഞു കിളികളുമൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അന്നേരം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലത് കേട്ടോ. പത്തനംതിട്ട ഭാഗത്തിലുള്ളവരൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരെ, ചില ആൾക്കാർക്കൊക്കെ അറിയത്തില്ല എന്ന് തോന്നും ഇത്ര സുന്ദരമായ ഒരു സ്ഥലം. പിന്നെ ഒരു വിധത്തിൽ മേളിൽ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയാതെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.